കാര്യങ്ങൾ ഉള്ളിലൂടെ മനസ്സിലാക്കണം. ഉള്ളിലൂടെ വർത്താനം പറയും, ഉള്ളിലൂടെ മനസ്സിലാക്കണം. അവർ 6 മണിക്ക് മെഡിക്കൽ കോളേജിൻ്റെ ആ ഗ്രില്ല് ഇങ്ങനെ തുറക്കും. ഞാൻ എൻ്റെ ബന്ധപ്പെട്ട പലരും പിന്നെ നമ്മൾ സ്നേഹിതന്മാർ, ക്ലാസ്സിൽ പങ്കെടുക്കുന്നവർ, അങ്ങനെ പല ആളുകളും മെഡിക്കൽ കോളേജിൽ കിടക്കുമ്പോൾ അത് രാവിലെ കാണാൻ പോകാറുണ്ട്. പലപ്പോഴും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, പലപ്പോഴും. അപ്പോൾ അത് രാവിലെ 6 മണിക്ക് ആ ഗ്രില്ല് തുറന്ന് പിന്നെ ഓപ്പൺ ആക്കിയിടും. കുറച്ച് നേരം ആർക്കും കയറാം ഇറങ്ങാം അങ്ങനെയാണ്. 8 മണി. എത്ര മണിക്കാണ് പൂട്ടുക? രാവിലെ പൂട്ടൽ 8 മണിക്ക് പൂട്ടും. അഗ്രില് 8 മണിക്ക് പൂട്ടും. അപ്പം ചില ആളുകൾ നേരം വൈകിട്ട് അവരടക്കും. അവിടുത്തെ ഉദ്യോഗസ്ഥൻ ചൂടാകണമല്ലോ. കാരണം വന്നവരൊക്കെ ഒന്ന് തുറന്നേരും നോക്കും. അപ്പം ചൂടാവും. 1 വട്ടം ചൂടാവും, 2 വട്ടം ചൂടാവും, 3 വട്ടം ചൂടാവും. അപ്പോൾ കയറാൻ കഴിയില്ലാന്ന് മനസ്സിലാവും. അവരിങ്ങനെ തിരിഞ്ഞു പോകും. ഇനി എത്രക്കാ കയറ്റുക? ഇനി 2 മണി. എത്രക്കാ അഷ്റഫേ? വൈകുന്നേരം ബാസിലുള്ളവർക്ക് കയറാം. അത്രയേ ഉള്ളൂ. നിങ്ങൾ കേട്ടോളെ രസം. ഇങ്ങനെ രസം പറയുമ്പോൾ കയറ്റൂല. കാരണം അടച്ചു കഴിഞ്ഞു, നീ കയറ്റൂല. എല്ലാവരും വിരിഞ്ഞു പോകും. ഒരു ചായക്ക് പോവും. ഈ പാസിന് കിട്ടിയാൽ കയറാമെന്ന് വിചാരിക്കും. അങ്ങനെ പോകും. ആ കൂട്ടത്തിൽ ഒരാളവിടെ നിൽക്കും. ഒരു എക്സാമ്പിൾ, ഒരാവിടെ നിൽക്കും. ഓൻ പോകില്ല. ഓൻ വേദനയോടെ നിൽക്കും. ഓൻ ചിലപ്പോൾ പറയും, എൻ്റെ പെണ്ണുങ്ങൾ അതിൻ്റെ ഉള്ളിലാണ്, സഹായിക്കാൻ ആളില്ല, എൻ്റെ അടുത്ത് പാസുമില്ല, ഞാൻ ഉള്ളിൽ കയറ്റി തരും. പിന്നെയും പറയും. ഓനാട്ടും, പെരുവാട്ടിലാട്ടും. ഇന്നലും പോകില്ല, അവിടെ തന്നെ നിൽക്കും. പിന്നെ നമ്മൾ മെഡിക്കൽ കോളേജിൻ്റെ കോമ്പൗണ്ടിൻ്റെ ആ വാതിൽക്കൽ ഗേറ്റിങ്ങിൽ നിൽക്കുമ്പോൾ നമ്മൾ കാണുക ചിരിച്ചുകൊണ്ട് ഉച്ചക്ക് ഭാര്യയ്ക്ക് കൊടുക്കാനുള്ള ചോറിന് അവൻ ചിരിച്ചുകൊണ്ട് ഉള്ളിൽ നിന്ന് ഇറങ്ങി വരുന്നതാണ്. അതിൻ്റെ അർത്ഥം ഏതോ ഒരു സമയത്ത് അവിടെ നിൽക്കുന്ന അയാൾ ഇവനെ ഉള്ളക്ക് പറയുടെ ചങ്ങായിമാരെ എന്തിനങ്ങൾ വിരിയണ്ടേ? നിങ്ങളോടാണല്ലോ ഞാൻ പറയുന്നത്. പറഞ്ഞത് മനസ്സിലായില്ലേ? ഇത് രൂപമ്മയാണ്. രൂപമ്മയെ നിങ്ങൾക്ക് മനസ്സിലാക്കാനുണ്ട്. എനിക്കും സർക്കാരിന് നിയമമുണ്ട്, ഇനി ഒരാളെ കയറ്റരുത്. മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് കണ്ടാൽ ഓന് പ്രശ്നം ഉണ്ടാക്കും. ചിലപ്പോൾ ജോലിയിൽ നിന്ന് വിരിച്ചു. പക്ഷേ ഇത് സഹിക്കാൻ കഴിയാതെ ഇവൻ ആത്മാർത്ഥമായി കയറാൻ വന്നതോനാണെന്ന് മനസ്സിലാക്കി ചിലപ്പോൾ മണിക്കൂറുകൾ കഴിഞ്ഞ് ഓനാരും കാണാതെ കയറ്റിയിട്ടുണ്ടാവും. ചിലപ്പോൾ അവൻ കയറുന്നത് കണ്ടിട്ട് വേറെ 4 ആൾ പാഞ്ഞു വന്നിട്ട് പോലെ കയറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ വന്നൊരു ശകാരിക്കും ഈ ഗേറ്റ് കീപ്പറെ ഓനൊന്നും മിണ്ടൂല. മനസ്സിലായോ പറഞ്ഞത്? ഇതിനാണ് ബറാഅത്ത് എന്ന് പറയാം. ഇതാണ് ബറാഅത്ത്. നിങ്ങൾ 3 യാസീനല്ല 300 യാസീനൊരു കാര്യമില്ല. ഇതിനാണ് ബറാഅത്ത് അറിയാം. ഇതാണ് ബറാഅത്ത്. മറ്റൊക്കെ സമ്പ്രദായമാണ്. അതിൻ്റെ ഒന്നും പിന്നാലെ നിങ്ങൾ പറയണ്ട. ഇന്നലെ മോലി എന്നോട് ചോദിച്ചു 3 യാസീനല്ലേ ഓതുന്നുണ്ട്. ഞാനൊന്ന് മോളി 300 യാസീൻ ഓതിട്ട് കാര്യമില്ല. എന്നാൽ ഒരു യാസീൻ ഓതേണ്ട ആവശ്യമില്ല. അതൊക്കെ സമ്പ്രദായങ്ങളാണ്. നിങ്ങൾക്ക് തൽ മനസ്സിലായി. അള്ളാൻ്റെ വാതിൽക്കൽ നിൽക്കുക. എന്നാൽ ഇവന് ഒരു പാസുമില്ല, ഒന്നുമില്ലെങ്കിലും അള്ളാഹുവിനെ കയറ്റും. ഈ ഗേറ്റ് കീപ്പർ ഇത്ര കരുണുള്ളവനാണെങ്കിൽ രാജാതിരാജനായ അർഹമുർറഹീമീനായ അവൻ എത്ര കരുണുള്ളവനായിരിക്കും. ഇതാണ് ഉത്തരം. ഇതിനാണ് ദീൻ എന്ന് പറയുക. ദീൻ കുറേ നിസ്കരിക്കലല്ല.
നീ നോമ്പുൽക്കലല്ല. നോമ്പ് നോറ്റവൻ ദോഷിയായി തുടരും, നിസ്കരിച്ചവനും ദോഷിയായി തുടരും. എന്നാൽ ഇവൻ ദോഷിയായി തുടരില്ല, ഇവൻ ബറാഅത്ത് ലഭിക്കും. നിസ്കാരം മനുഷ്യനെ അഹങ്കാരിയാക്കും, നോമ്പ് ഏതായാലും അഹങ്കാരിയാക്കും. നിസ്കാരം മനുഷ്യനെ അഹങ്കാരിയാക്കും, നോമ്പ് മനുഷ്യനെ അഹങ്കാരിയാക്കും, ഹജ്ജ് ഉംറയും മനുഷ്യൻ ഉറപ്പിച്ചും അഹങ്കാരിയാക്കും. അതേ സമയത്ത് ഇത് അഹങ്കാരിയാക്കൂല, ഇത് കരച്ചില്ല. ഇതൊരാൾ അറിയുന്നത് പോലും ഇഷ്ടമല്ല, ഇതൊരാൾ അറിയുന്നത് പോലും ഇഷ്ടമല്ല. ഈ കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തിൻ്റെ ഇടയിലൊക്കെ പല ആളുകൾ വഴി മജ്‌ലിസിൽ വന്നിട്ടുണ്ട്, പലരും ഉണ്ട്. ഈ ആളുകൾ വരാനുള്ള കാരണം എന്താ? പറയും, എന്താ കാരണം? കാരണം അവരുടെ പ്രശ്നങ്ങളാണ്. ഒരു പ്രശ്നത്തിൻ്റെ പരിഹാരം ഇവിടെ വന്നാൽ ഉണ്ടാവും എന്ന് വിചാരിച്ചൊന്നാണ്. മനസ്സിലാണ്ട് പറഞ്ഞ കുറ്റമല്ല പറയുന്നത്. അള്ളാഹു താല എല്ലാവരും പ്രശ്നം പരിഹരിച്ചിട്ടുണ്ടാക്കി തരട്ടെ. അള്ളാഹു എല്ലാം പരിഹരിച്ചു തരട്ടെ, എല്ലാം അള്ളാഹു താല പരിഹരിച്ചു തരട്ടെ, അള്ളാഹു താല പരിഹരിച്ചു തരട്ടെ. പക്ഷേ അതും ഒരു നന്മ തന്നെയാണ് നിങ്ങൾ ചെയ്തത്. പക്ഷെ ഞങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ തന്നെയാണ് പരിഹരിക്കുക, വേറെ ആരുമല്ല. നിങ്ങൾക്ക് അതിന് കഴിയുള്ളൂ. എൻ്റെ പ്രശ്നം ഞാൻ പരിഹരിക്കും, നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും. അള്ളാഹു നിങ്ങളെ വാതിൽ തുറപ്പിച്ചു തരാൻ എനിക്കൊരു ആക്സസ് ഇല്ല. എൻ്റെ വാതിൽ തുറപ്പിക്കാനേ എനിക്ക് ആക്സസ് ഉള്ളൂ. നിങ്ങളെൻ്റെ കൂടെയില്ല. നിങ്ങളെ വാതിൽ തുറപ്പിച്ചു തരാൻ എനിക്കൊരു വഴിയുമില്ല. എനിക്കുള്ള വഴി എൻ്റെ വാതിൽ തുറപ്പിക്കാനാണ്. നിങ്ങളെ വാതിൽ ചിലപ്പോൾ തുറക്കാതിരിക്കാം, പക്ഷെ നിങ്ങൾക്ക് ആത്മാർത്ഥം ഉണ്ടെങ്കിൽ തുറക്കും. മനസ്സിലായില്ലേ? ഇങ്ങോട്ട് حسبي ربي جل الله ما في قلبي غير الله على النبي صلى الله لا إله إلا الله حسبي ربي جل الله اسمي ربي جل الله ഇബ്നു അജീബത്ത് വലിയ കഥയിൽ പറയുന്നൊരു വാക്ക് കേട്ടോളൂ, ശ്രദ്ധിച്ചോളൂ. കുട്ടികളെ എഴുതി വെക്കുക, ഇല്ലെങ്കിൽ പിന്നെ ഓഫീസിൽ നിന്ന് ഈ കഥ അടുത്ത് കാണിച്ചാൽ അത് എഴുതി വെക്കണം. അതൊക്കെ നമ്മളെ കൽബ് നന്നാക്കും. الطاعة ينشأ أن العز والاستكبار أقبح من المعصية التي تورث الذل والافتقار. الطاعة ഒരു വഴിപാട്, ഒരു നിസ്കാരം, ഒരു നോമ്പ്, ഒരു സക്കാത്ത്, ഒരു ഹജ്ജ് പോലത്തെ കാര്യങ്ങൾ യൻഷൗ അൻഹ അതിൽ നിന്ന് ഉത്ഭവിച്ചുണ്ടാകും അൽ ഇസ്സു പ്രതാപം, യോഗ്യത, വൽ ഇസ്തിക്ബാർ അഹങ്കാരവും. അങ്ങനത്തെ ഒരു ആരാധന അഖ്ബഹു ഏറ്റവും ചീത്തയാണ് മിനൽ മഅസിയത്തി ദോഷത്തേക്കാൾ. അല്ലത്തി എന്താ ദോഷം? തൂരിസു അതുണ്ടാക്കുക അതില്ല നിസാരത്വത്തെയാണ്, വൽ ഇഫ്തിഖാറ ഫക്കീറാകലിനെയാണ്. പുറത്ത് കിട്ടൽ ആവശ്യമുണ്ടാവുക. അപ്പോൾ ഒരുത്തൻ കള്ളുടിച്ചു, ഒരുത്തൻ നിസ്കരിച്ചു. നിസ്കാരം കൊണ്ട് അവന് കിബറുണ്ടായി, കള്ളുടി കൊണ്ട് അവന് ദില്ലത്തുണ്ടായി. കള്ളുടിച്ചു, പിന്നെ അവന് ബോധം വന്നു, പിന്നെ കരയാൻ തുടങ്ങി. റബ്ബേ ഞാൻ കള്ളുടിച്ചിട്ടുണ്ടല്ലോ, റബ്ബേൻ്റെ ഒരു കാലം കള്ളുടിച്ച് പോയതാണല്ലോ. പിന്നെ അവൻ ആയുസ് മുഴുവൻ എന്തായി? പറ മനുഷ്യ, ആയുസ് മുഴുവൻ പിന്നെ എന്തായി? കരഞ്ഞു, കള്ളുടിച്ചു. കള്ളുടി നല്ലല്ലോ, കള്ളുടി വലിയ തെറ്റല്ലേ? അള്ളാഹു അതിനെ തൊട്ട് നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ഇന്നമൽ ഖമറു വൽ മൈസിറു വൽ അൻസ്വാബു വൽ അസ്ലാമു റിജ്സുൻ മിൻ അമലി ശൈത്താൻ. നല്ല തല കൊടുത്ത് ചിന്തിക്കണം, തല കൊടുത്തിട്ട് ചിന്തിക്കണം. കള്ളുകുടി തെറ്റല്ലേ? പറ മക്കളെ, തെറ്റല്ലേ? ആ കബായിറിൽപ്പെട്ട തെറ്റാണ്, വലിയ ദോഷമാണ്, വൻ ദോഷത്തിൽപ്പെട്ടതാണ്. എന്ത്? കള്ളുകുടി. ഒരാൾ കള്ളുകുടിച്ച് കഴിഞ്ഞാൽ ഒരു സമയത്തവൻ എന്തു വന്നേക്കാം? ബോധം. അപ്പോൾ എന്താ ചെയ്യുക? കരയും.
ഒരുത്തൻ തഹജ്ജുദ് നിസ്കരിച്ചു. ഇന്നലെ രാത്രി, ഇന്ന് നേരമ്പത്തിൽ ഓൻ എന്ത് വന്നു? അൽഹംദുലില്ലാ, ഈ നാട്ടിൽ വന്നല്ലോൻ ഞാൻ തന്നെ നിന്നു. എങ്കിൽ ഓൻ ചീത്തയവനാണ്. ആരെക്കാൾ? ഇന്നലെ രാത്രി കള്ളുടിച്ച് കരിയുന്നവനേക്കാൾ. ഇന്നലെ രാത്രി ഒരാൾ കള്ളുടിച്ചു, നേരം ഇപ്പോൾ കരച്ചിൽ തുടങ്ങി. ഒരാൾ ഇന്നലെ രാത്രി തഹജ്ജുദ് നിസ്കരിച്ചു, രാവിലെ കോളറൊന്നിച്ച് നടക്കൽ തുടങ്ങി. പള്ളിയൊക്കെ രാവിലെ 4 മണിക്ക് 4:30 എന്നപ്പോൾ മൊല്ലാക്ക എണീറ്റിട്ടില്ല. അപ്പോൾ മൊല്ലാക്കാനെ വിളിച്ചിട്ട് എന്തേ പറഞ്ഞ്, നിങ്ങളൊക്കെ അവിടെ പോത്തിനെ പോലെ കിടന്നോളൂ, ഇന്നത്തെ വെള്ളിയാഴ്ച രാവിലെ. ഞാൻ 2 മണിക്ക് എണീറ്റതാണ്. നമ്മളൊക്കെ വിചാരിക്കണം നിങ്ങളെപ്പോലത്തോലൊക്കെ രാത്രി ഉറങ്ങൂലെന്ന്. നിങ്ങൾ വന്ന് നോക്കുമ്പോൾ പോത്തിനെ പോലെ ഉറങ്ങുക. അപ്പം ഞാൻ വന്നിട്ടില്ലെങ്കിൽ സുബൈൻ്റെ വാങ്ങും പോയി എന്നാരോട് പറഞ്ഞു? മൊല്ലാക്കാനോട് പറഞ്ഞു. ശരി, മൊല്ലാക്ക പോത്തിനെ പോലെ കിടന്നുറങ്ങി തന്നെ. പോത്തിനെ പോലെ ഉറങ്ങണവനും പുറത്തു കൊടുക്കണവനും ആര്? ഈശ പറയണ ആരാ? ഈശാരടാ. അപ്പോൾ ഓൻ്റെ തഹജ്ജുദ് നിസ്കാരം കൊണ്ട് തന്നെ എന്തുണ്ടായി? പറട ചെന്നാതി അഹങ്കാരം ഉണ്ടായി. കള്ളുടി കൊണ്ടൊരുത്തന് എന്തുണ്ടായി? എളിമത്തലുണ്ടായി. റബ്ബേ, ഇന്നലെ കുറിച്ചു മാപ്പാക്കണം. ഇപ്പോൾ കള്ളുടിച്ചോൻ അടിമയായി, മറ്റുള്ളവരുടമയായി. ഉടമനെ സ്വീകരിക്കാത്തവനാണ് ആര്? അല്ലാഹു തആല. ഒന്നും കൂടി പറഞ്ഞുതരാം, ഞാൻ ഈ ഖദിൽ നിന്നാണ് വായിക്കുന്നത്. ഞാൻ ഈ ഖദിൽ നിന്ന് വായിക്കുക. എന്താ പറയുന്നത്? അത്വാഅ, ഒരു ആരാധന. അല്ലത്തി, എന്താണ് ആരാധന? യൻഷോ, ഏത് എത്തരം ആരാധന? നിസ്കാരമായാലും വേണ്ടില്ല, നോമ്പായാലും വേണ്ടില്ല, ഉമ്രക്ക് പോയാലും ഹജ്ജിന് പോയാലും ഒക്കെ. ഇപ്പം നമ്മൾ ഉമ്രക്ക് പോയതിനെ കുറിച്ച് നമ്മൾ അഭിമാനത്തിലല്ലാതെ പറയാറുണ്ടോ? പറയും. അതിൻ്റെ രീതിയിൽ അള്ളാഹ് തൗഫീഖ് കൊണ്ട് കടത്തി കൂട്ടും. അള്ളാഹ് തൗഫീഖ് കൊണ്ട് കൊല്ലത്തിൽ 12 വട്ടെങ്കിലും മക്കത്ത് പോകും. അത് എനിക്ക് പോകാതെക്കാൻ കഴിയൂല. എൻ്റെ കുടുംബത്തിൽ ഞാൻ തന്നെ ഉള്ളേനു അങ്ങനെ. മറ്റേ കുഞ്ഞു വേമ്പതിന് പള്ളർച്ച് പൈസ ഉണ്ട്, പക്ഷെ ഓൻ പോകില്ല. ഞാൻ കൊല്ലത്തിൽ ഞാനും എൻ്റെ പെണ്ണുങ്ങൾ പോകും. ഇപ്പം എന്തുണ്ടായത്? പ്രതാപം, യോഗ്യത, ഇസ്സ്, അത്വാഅ, ഒരു ആരാധന. അല്ലത്തി, എങ്ങനെയുള്ള ആരാധന? യൻഷൗ അൻഹ, അതിൽ നിന്നുണ്ടായിത്തീരും, ഉത്ഭവിച്ചുണ്ടാവും. അൽ ഇസ്സു, യോഗ്യത, പ്രതാപം, വൽ ഇസ്തിക്ബാറു, അഹങ്കാരവും, അഖ്ബഹു, അത് ഏറ്റവും ചീത്തയാണ്. മിനൽ മഅസിയത്തി, വ്യഭിചാരം, കള്ളുകുടി പോലത്തേക്കാൾ ചീത്തയാണ്. എന്ത്? ഈ ഉംറക്കോല്, ഈ തഹജ്ജുദ് നിസ്കരിക്കൽ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മനുഷ്യനെ അള്ളാഹു തആല ഭൂമിക്ക് പറഞ്ഞയച്ചത് എന്തിനാ നിങ്ങൾക്കറിയോ? ഒറ്റ വാക്കിനെ ഉത്തരം പറഞ്ഞുതരാം. മനുഷ്യനെ അള്ളാഹു തആല ഭൂമിക്ക് പറഞ്ഞയച്ചത് നമ്മൾ ചെറിയോലാന്ന് മനസ്സിലാക്കാൻ. ബാക്കിയൊക്കെ ഒരു ഏർപ്പാടാണ്. ചെറിയോനാന്ന് മനസ്സിലാക്കുക. ഒരുത്തൻ ഫർദ് മാത്രം നിസ്കരിച്ചു, ഓനും മനോറിയും ഞാൻ ഈ നാട്ടിലെ ഏറ്റവും മോശമാണ്. ഫർദായ നോമ്പ് തോൽക്കും, സുന്നത്ത് തോൽക്കൂല. ഒരു പാടത്തുനിന്ന് കയറി വരുന്നൊരു മനുഷ്യൻ നബിയോട് ചോദിക്കുന്നുണ്ട്, നബിയെ സ്വർഗത്ത് കിടക്കാൻ എന്താ വേണ്ടത്? അപ്പോൾ 5 വക്ത് നിസ്കരിക്കണം. അതിനേക്കാൾ പിന്നെ വല്ലതും ചോദിക്കുമോ? ഇല്ല. ഇല്ലാണ്ടൊത്ത വേണമെങ്കിൽ സുന്നത്ത് നിസ്കരിച്ചോ. പിന്നെന്താ വേണ്ടത് നബിയെ? പിന്നെ വേണ്ടത് റമദാൻ മാസം നോമ്പ് വിൽക്കണം. പിന്നെ വേറെ എന്തെങ്കിലും നോമ്പുണ്ടോ നബിയെ? ഒരു നോമ്പുമില്ല. സുന്നത്തായി വല്ലതും വേണമെങ്കിൽ നോറ്റോ. അങ്ങനെ ഓരോന്നും അയാളോട് ചോദിച്ചു. പിന്നെ അയാൾ പറഞ്ഞ് ലാ അസീദു വലാ അൻഖുസു, ഞാൻ കൂട്ടൂല, ഒട്ട് കുറക്കൂല. ഫർള് നിൽക്കും, ഞാൻ ഫർള് നോമ്പ് വിൽക്കും, ഫർള് നിസ്കരിക്കും, ഫർളായ ഹജ്ജ് ചെയ്യും. അത്ര തന്നെ, അല്ലാത്ത പരിപാടിയൊന്നുമില്ല. എനിക്ക് പാടത്ത് പണിയുണ്ട്. എനിക്ക് ഏത് നേരം പടം നിസ്കരിക്കാനൊന്നും പറയാൻ ഒഴിവില്ല. ലാ അസീദു വലാ അൻഖുസു, ഞാൻ കൂട്ടുകയുമില്ല കുറക്കുകയില്ല. ഞാൻ പോവുകയാണ്. അയാൾ പോയി ഇറങ്ങിയതിന് ശേഷം പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, മൻ സറഹു അൻ യൻദുറ ഇലാ അഹദിൻ മിൻ അഹ്ലിൽ ജന്നത്തി ഫൽയൻദുറുഹു. സ്വർഗ്ഗക്കാരനായൊരു മനുഷ്യൻ ഭൂമിയിലൂടെ നടന്നു പോകുന്നത് കാണാൻ ആർക്കെങ്കിലും പൂതിയുണ്ടെങ്കിൽ അയാളെ നോക്കിയാൽ മതിയാവും. ഇൻ സദഖ, അയാൾ പറഞ്ഞത് അയാൾ വാസ്തവമാക്കിയാൽ മതി. അയാൾ പറഞ്ഞതുപോലെ ചെയ്താൽ മതി. എന്നാൽ തന്നെ അയാൾ ആരാണ്? സ്വർഗ്ഗക്കാരനാണ്. മനസ്സിലാണ്ട് പറഞ്ഞത്. നമ്മൾ തഹജ്ജുദ് എന്നിട്ട് നാട്ടിലെ ഏറ്റവും വലിയ അഹങ്കാരിയായി ജീവിക്കും. നമ്മൾ 25 കൊല്ലത്തെ മാൻഡിൻ്റെ സെക്രട്ടറി ആയിരിക്കും. അതോടുകൂടെ ആ സെക്രട്ടറി പണി കൊണ്ട് നമുക്ക് സ്വർഗം പോകും. എന്തുകൊണ്ട്?
നമ്മളെ മാങ്കരിക്കും. എൻ്റെ വാപ്പയെന്ന് ഇവിടുത്തെ മുത്തവല്ലി, ഇപ്പം ഞാനാണ് ഇവിടുത്തെ സെക്രട്ടറി. അപ്പോൾ ഇടക്കിടക്ക് ജനറൽ ബോഡിയിൽ നിന്ന് പുറത്താകൽ നല്ലതാണ്. പിന്നെയും കയറിക്കോ, എന്നാലും നല്ലതാണ്. എന്നിട്ട് എവിടേക്ക് എത്തുക? ഇപ്പം നാട്ടുകാർക്ക് തോന്നിയതുകൊണ്ട് തന്നെ സെക്രട്ടറി ആക്കി. ഇടക്കിടക്ക് വലിച്ചു പുറത്തുള്ളൂ ഉണ്ട്. ഇപ്പം ഞാനാണ്. ഇതാ നല്ലത്. അത്വാഅത്തു ഒരു ആരാധന. അല്ലത്തി യൻഷൗ അൻഹൽ ഇസ്സു വൽ ഇസ്തിക്ബാറു, അഹങ്കാരവും പ്രതാപബോധവും, ഒരു പ്രതാപത്വം. ഞാനാണ് ഇവിടെ താജുസ്കരിക്കണോൻ, ഞാനാണ് ഇവിടെ പാവപ്പെട്ടവർ സംരക്ഷിക്കണോൻ, ഞാനാണ് റമളാൻ മാസത്തിന്റെ തലേന്ന് കിറ്റ് കൊടുക്കണോൻ. ഇപ്പൊ കിറ്റന്മാരിറങ്ങാനായി 500 കിറ്റ് 1000 കിറ്റൊക്കെ ഇങ്ങനെ കൊടുക്കാണ്. ഇതിനനുസരിച്ച് ഇങ്ങനെ കോളർ പൊന്തി കുഞ്ഞു കൊടുക്കാതെക്കണ്ട. പക്ഷെ കൊടുത്തോ. എന്നിട്ട് എന്ത് ചെയ്യാ? ആ കിറ്റ് വാങ്ങിക്കൊണ്ടുപോകുന്നവൻ യോഗ്യനും കിറ്റ് കൊടുത്ത ഞാൻ അയോഗ്യനെന്ന് മനസ്സിലായിക്കോ. അങ്ങനെ മനസ്സിലാവൂല. അത് കുറച്ച് ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാൻ. അവിടേക്ക് എത്തണം. എന്നാ അടിമയായി അന്നെ അള്ളാഹു തആല ഭൂമിക്ക് പറഞ്ഞാൽ എന്തിനാകാൻ? അടിമയാകാൻ. അതന്നെ നിങ്ങളല്ലേ പറഞ്ഞ്? തന്നെ അള്ളാഹു നമ്മളെ ഭൂമിക്ക് പറഞ്ഞത് ഉടമയാകാനല്ല. കഴിഞ്ഞിട്ട് ഉത്തരേ ഉള്ളൂ. എന്താ ബറാത്ത്? അടിമന്റെ പണി. എന്താ അടിമന്റെ പണി? ഏട്ടോ ഒരു പാസ്സില്ലാത്തവന് ഗേറ്റ് കീപ്പറെ മുന്നിൽ എന്താ പണി? അർഹതല്ല. എന്നാലും മനസ്സിലായില്ല. നിങ്ങൾ ഇന്റെ കൂടെ ഇല്ല, പാസ്സില്ല. ഓന്റെ പെണ്ണുങ്ങനെ പാസ്സില്ല. ഓന്റെ പെണ്ണുങ്ങൾ അവിടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്, അവിടെ ആളില്ല. അപ്പം പറയാപ്പം കരിയാണ്. എന്ത്? പാസ്സില്ല. പക്ഷെ നിങ്ങൾ കയറ്റിപിടി ആവോളം സംരക്ഷിക്കാൻ ആളില്ല, സുഖമില്ലാർക്കാണ്. പോടെ അവിടുന്ന് അട്ടി. പിന്നെയും സഹി കെട്ടുമ്പോ ഇയാൾ എന്ത് ചെയ്യും? കയറിക്കും. ഓരോന്നിങ്ങനെ കയറി വരുന്നു മനുഷ്യനെ പണി ഉണ്ടാക്കാനായിട്ട് എന്നും പറഞ്ഞു. മനസ്സിലായെന്നൊക്കെ പറഞ്ഞത് ഇതാണ്. എന്ത്? ഇതാണ് അടിമന്റെ പണി. അല്ല, മറ്റേ CI2ന്റെ പണിയാണ്. എന്ത്? നമ്മൾ പണി എടുക്കുക, ഒരു കൂലി തരിക. മറ്റേ നോക്കുകൂലിയുണ്ട്. എന്ത്? പണിയെടുക്കണ്ട, പണിയെടുക്കണ നോക്കി കൂലിയാണ്. ഇനി നോക്കുകൂലി അറിയാം. നമ്മളൊക്കെ ഇപ്പം നോക്കുകൂലിൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. അതായത് നമ്മളൊന്ന് മനസ്സിൽ വിചാരിക്കുമ്പോൾ അള്ളാഹു തആല അള്ളാഹുവിൽ നിന്ന് കൂലി വാങ്ങാൻ യോഗ്യതയുള്ള ഒരാളെ അള്ളാഹ് പഠിച്ചിട്ടില്ല. അള്ളാഹു, ഞാൻ നിങ്ങൾക്കൊരു വരി വായിക്കാം. അമ്പിയാക്കൾ നബിമാർക്ക് അള്ളാഹു തആല അറിയിച്ചൊരു വഹി ഈ കിതാബ് പറയുന്നുണ്ട്. എഴുതിയേക്കണം കേട്ടോ. എഴുതി വെച്ചത് പൂർത്തിയായിട്ടില്ലെങ്കിൽ പിന്നെ എന്നോട് വന്ന് ചോദിക്കണം. നബിമാർക്ക്, ചില നബിമാർക്ക് അള്ളാഹു തആല വഹി അറിയിച്ചതാണ്. എന്താ വഹി അറിയിച്ചത്? ഏ നബിയെ, ഖുൽ ഇബാദി, എൻ്റെ ദാസന്മാരെ അറിയിക്കുക, അസ്ദിഖീന, ഏറ്റവും നല്ലവരായ സിദ്ദീഖീങ്ങൾ. അമ്പിയാക്കൾ കഴിഞ്ഞാൽ തൊട്ടടുത്ത കാറ്റഗറിയാണല്ലോ എന്ത്? സിദ്ദീഖീങ്ങൾ. സിദ്ദീഖീങ്ങളായ എൻ്റെ ദാസന്മാരെ അറിയിക്കുക. എന്ത്? ലാ യഗ്തറു, അവർ വഞ്ചിതരാകരുത്. അവർ സിദ്ദീഖാണ് എന്നതുകൊണ്ട് അവരെന്താവരുത്? എന്നറിയിക്കുക. എന്തുകൊണ്ട്? ഫഇന്നി ഇൻ അഖും അലൈഹിം അദ്ലി വഖസ്തി വഅദ്ദിബുഹും ഗൈറ ളാലിമിൻ ലഹും, ഞാൻ അവരുടെ മേൽ എൻ്റെ നീതി നടപ്പിലാക്കുകയാണെങ്കിൽ പോലും എനിക്കവരെ ശിക്ഷിക്കാൻ കഴിയും, എന്നാൽ ഞാൻ അക്രമിയാവുകയും ഇല്ല. യാ സുബ്ഹാനല്ലാഹ്. പറഞ്ഞ് ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഏറ്റവും വലിയ സിദ്ദീഖുൽ അക്ബർ ആണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്താൽ പെട്ടു. അപ്പൊ എന്താ വേണ്ട? ഈ സിദ്ദീഖാണെന്ന് എന്ത് ചെയ്യണ്ട? വഞ്ചിതന വേണ്ട എന്ന് പറയാൻ മനസ്സിലാവുണ്ടോ? ഞാൻ കിതാബ് നാളെ വായിക്കണം, നല്ലോണം ചിന്തിക്കുകയും. ഈക്കാൽ നിന്നാ വായിക്കണത്. ഇബ്നു അജീബാത്തങ്ങൾ ഈക്കാൽ നിന്ന് വായിക്കുക. ശ്രദ്ധിക്കണേ. അല്ലാഹു തആല ചില നബിമാർക്ക് വഹി അറിയിച്ചു. എന്ത്? ജനങ്ങളോട് പറയുക. എന്ത് പറയാ? ഏത് ജനങ്ങൾ? അസ്ദിഖീന, ആരായ? നബിമാർ കഴിഞ്ഞാൽ പിന്നെ 4 കാറ്റഗറി ആണല്ലോ. ആരൊക്കെ? മിനൻ നബിയ്യീന വസ്ദിഖീന വശുഹദാഇ വസ്സാലിഹീൻ. 4 കാറ്റഗറി ആണല്ലോ അല്ലാഹു തആലന്റെ മുഖറബീങ്ങൾ. ഇതിൽ 1ാം കാറ്റഗറി നബിമാർ. അത് കഴിഞ്ഞിട്ടുള്ള കാറ്റഗറിയാണ് എന്ത്? സിദ്ദീഖ്. അപ്പോൾ ഒരാൾ സിദ്ദീഖാവുക. മറ്റേ നബിമാർ സെലക്റ്റഡ് മെമ്പേഴ്സാണ്, ഞാൻ ഇതിലേക്ക് കയറ്റൂല.
സിദ്ദീഖ് എപ്പോഴും ആകാം, അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. പക്ഷെ സിദ്ദീഖ് ആണെങ്കിലും ലാ യഗ്തറു, അവർ വഞ്ചിതരാകരുത്. എന്തുകൊണ്ട്? ഇൻ അഖും അലൈഹിം അദ്ലഹു അദ്ലി വഖസ്തി, ഞാൻ എൻ്റെ നീതി നടപ്പിലാക്കുകയാണെങ്കിലും വഅദിബുഹും, എനിക്ക് അവരെ ശിക്ഷിക്കാൻ കഴിയും. വൈറ ളാലിമിൻ, അക്രമം ചെയ്യാതെ തന്നെ. അതായത് സിദ്ദീഖുൽ അക്ബറിനോടും ചോദ്യം ചോദിച്ചാൽ കുടുങ്ങും. ഏത് സിദ്ദീഖുൽ അക്ബറിനോടും ചോദ്യം ചോദിച്ചാൽ കുടുങ്ങും. ഇൻ ഹൂസിബ ഉദ്ദിബ, ഹിസാബ് ഉണ്ടെങ്കിൽ അദാബുണ്ടാവും. യാ സുബ്ഹാന ജല്ല വഅല, വേഗം അമീൻ പറയാം. അല്ലാഹ് പ്രശ്നം ഞങ്ങളെ കാത്തി രക്ഷിക്കണമേ റബ്ബേ. ഹിസാബുണ്ടോ അദാബുണ്ടാവും. ഇൻ ഹൂസിബ ഉദ്ദിബ. അപ്പോൾ പിന്നെ ഹിസാബില്ലാതിരിക്കൽ അദാബില്ലാതിരിക്കൽ എങ്ങനെ? അല്ലാഹ് വിടുക. അതാണ് അല്ലാഹുമ്മ ഹാസിബിനി പറയ് അല്ലെങ്കിൽ ഔ ഫദ്ഖുലിൽ ജന്നത യാ റബ്ബി ബിഗൈരി ഹിസാബ്, ഹിസാബില്ലാതെ എന്നെ ചോദിച്ച ഉറപ്പ്, ചോദിച്ച നരകണ്ടാവും. കാരണം അള്ളാഹുവിൻ്റെ മുന്നിൽ മറുപടി പറയാൻ ഒരാൾക്ക് കഴിയൂല. അയാൾ എത്ര വലിയ സിദ്ദീഖുൽ അക്ബറാണെങ്കിൽ കഴിയൂല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അതെന്താ നമ്മൾ ചിന്തിക്കാത്തത്? സിദ്ദീഖിനോടും എന്ത് പറയണം? സിദ്ദീഖുകളോടും, ഓരോ ജമാനിൽ സിദ്ദീഖുകൾ ഉണ്ടാവല്ലോ, അവരോടും കുല്ലി ഇബാദി അസ്സിദ്ദീഖീൻ, എൻ്റെ നബിമാർക്ക് അല്ലാഹു തആല വഹി അറിയിച്ചു. എന്ത്? കുല്ലി ഇബാദി അസ്സിദ്ദീഖീൻ, എൻ്റെ സിദ്ദീഖീങ്ങളായ ദാസന്മാർക്കും വഹി അറിയിച്ചു കൊടുക്കുക. എന്ത്? ലാ യഗ്തറു, അവർ വഞ്ചിതരാകരുത്. ഇൻ അഖും അലൈഹിം അദ്ലി വഖസ്തി, ഞാൻ എൻ്റെ നീതി നടപ്പിലാക്കുകയാണെങ്കിൽ പോലും വഅദിബുഹും, എനിക്കവരെ ശിക്ഷിക്കാൻ കഴിയും. വൈറ ളാലിമിൻ, അക്രമിയാവാതെ. അതിൽ പഠിച്ചോൻ ചെയ്ത് തെറ്റാൻ ഒരാൾക്ക് പറയാൻ കഴിയില്ല. കഴിഞ്ഞിട്ടില്ല വാക്ക്. നീ കേട്ടോ, അടുത്ത വാക്ക്. തെറ്റ് ചെയ്ത് നടക്കുന്ന എൻ്റെ ദാസന്മാരെ അറിയിക്കുക. തെറ്റിയതോരാണ്, എപ്പോഴും ചെയ്തതൊക്കെ എന്താണ്? തെറ്റാണ്. അങ്ങനെ തെറ്റ് ചെയ്ത് നടക്കുന്ന എൻ്റെ ദാസന്മാരെ അറിയിക്കുക. എന്താ അറിയിക്കേണ്ടത്? ലാ യയസു മിർ റഹ്മതി, എൻ്റെ റഹ്മത്തിനെ തൊട്ട് നിങ്ങൾ നിരാശരാകരുത്. ഫഇന്നഹു ലാ യക്ബറു അലയ്യ ദംബുൻ, ഒരു ദോഷവും എനിക്ക് വലുതല്ല. ഔഫിറു, ഞാൻ പുറത്തു കൊടുക്കും. ഇനി എന്താണ്? എടാ, ഗേറ്റ് കീപ്പർക്ക് ഒരു അവകാശമല്ലേ? ഇവന് പാസല്ല, ഒരു ട്രൗസർ ഇട്ടാ വന്നത്, തുണിയില്ല, കുപ്പായില്ല. എടാ, ഇത് മനുഷ്യൻ പെരുമാറുന്ന സ്ഥലല്ലേ? ഒരു തുണിയും കുപ്പായിട്ട് വാടാന്ന് പറഞ്ഞിട്ട് അതിന് പോയില്ല. പിന്നെ അവിടെ തന്നെ നിന്നു. ഈ തുണിയും കുപ്പായില്ലെങ്കിലും അയാൾക്ക് കയറ്റിക്കൂടെ? പറയാ, അയാൾ എന്തുറപ്പിച്ചു? ജോലി